ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതെൻ്റെ ഒരു ചില്ലി പ്ലാന്റാണ്. നല്ല പൂത്തൊക്കെ നന്നായിട്ട് നിൽപ്പുണ്ട്. പക്ഷേങ്കിൽ പ്രോബ്ലം ഇപ്പോൾ ഇവിടെ തണുപ്പായതുകൊണ്ട് വെളിയിൽ നിൽക്കത്തില്ല. അതുകൊണ്ട് ഞാൻ വീട്ടിനകത്ത് കിച്ചനകത്ത് വിൻഡോയിൽ ലഡ്ജി കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. ഇഷ്ടംപോലെ പൂവുണ്ട്. അത് ഞാൻ തായ് ചില്ലിയാണെന്നാണ് എഴുതിയിരിക്കുന്നത് അതിനകത്ത്, ലേബലിനകത്ത്. ബിയാൻക്യൂന്ന് വാങ്ങിയതാണ്. പക്ഷേ ഇത്രയും പൂക്കളെ കണ്ടിട്ട് കാ പിടിക്കാൻ തുടങ്ങിയതേ കണ്ടു. നന്നായിട്ട് കായകളൊക്കെ ഇതേ ഇവിടെയുണ്ട് നല്ല. പക്ഷേ ഇത് കാന്താരി പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ കാന്താരിയുടെ അരിയൊക്കെ ഇട്ടിട്ട് കുറേ നാൾ ട്രൈ ചെയ്തു. പക്ഷേ ഇതിപ്പോൾ എന്തായാലും കാന്താരി പോലെയുണ്ട്. അതിൻ്റെ എരിവുമുണ്ട്. അതിന് ഇഷ്ടംപോലെ പൂവുണ്ട്. ഞാൻ നോക്കട്ടെ, ഈ തണുപ്പത്ത് ഇതിനകത്ത് കയറ്റി വെച്ചാൽ വെളിയിൽ നിന്നാൽ നശിച്ചു പോകും. അത് ഡെഫിനറ്റാണ്. ഒരിക്കലും വെളിയിൽ ചില്ലി വെച്ചാൽ പിടിക്കത്തില്ല ഈ തണുപ്പ് സീസണിൽ. ഈ വർഷം നന്നായിട്ട് ഓഗസ്റ്റ് മാസം വരെ നല്ല വെയിലായിരുന്നു. നാട്ടിലെ പോലെ നല്ല ചൂടായതുകൊണ്ടാണ് ഇതൊക്കെ എത്രയും ബെറ്ററായിട്ട് പിടിച്ചു വന്നത്. ഇനിയിപ്പോൾ ഇതിനെ ഞങ്ങൾ ഇങ്ങനെ തന്നെ നിർത്തി നോക്കട്ടെ. ഇനിയും അടുത്ത സീസൺ വരെ നിൽക്കും. ചില്ലി പ്ലാന്റ് UK നിൽക്കാറുണ്ട്. ഇതിൻ്റെ ഫലം പറിച്ചെടുത്തിട്ട് അതിനെ മുറിച്ചിട്ട് വീട്ടിനകത്ത് വെച്ചാൽ പിന്നെ അടുത്ത സമ്മർ ആകുമ്പോൾ അതിനെ റീപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരു 2 വർഷത്തേക്ക് ഇത് കാ പിടിക്കും എന്നാണ് പറയുന്നത്. എനിവേ ഇതിൻ്റെ സീസൺ കഴിഞ്ഞിട്ട് ഞാൻ നോക്കണം ഇതെങ്ങനെയാണ്, വളരുമോ എന്താണെന്നൊരു ട്രയൽ പോലെയാണ് ഇത് നോക്കുന്നത്. അന്നേരം നന്നായിട്ട് ഇഷ്ടംപോലെ കായും വരുന്നുണ്ട്. കണ്ട ഇവിടെയുണ്ട്. ഇത് പൂക്കളെല്ലാം കാ വരുമെന്നാണ് വിശ്വാസം. അവിടെയെല്ലാം നന്നായിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് പൂക്കളുണ്ട്. എനിവേ നമുക്ക് ട്രൈ ചെയ്യാം. ഇങ്ങനെയുള്ള നമ്മുടെ കേരള മണ്ണ് നമ്മുടെ മനസ്സിലുള്ളത് കൊണ്ട് ഇങ്ങനെയുള്ള ചെടികളെ കാണുമ്പോഴത്തേക്ക് നമുക്ക് കളയാൻ തോന്നുന്നില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ വീട്ടിലോട്ട് കൊണ്ടുവന്നത്. നശിപ്പിക്കണ്ടല്ലോ, അതിനും ജീവനുള്ള സസ്യങ്ങളല്ലേ, വീട്ടിലിരിക്കട്ടെന്ന് കണ്ട് അത് വളർന്നു കഴിയുമ്പം നെക്സ്റ്റ് ഇയറിൽ ജീവനോടുണ്ടെങ്കിൽ ഞാൻ പറയാം ഫ്യൂച്ചറിൽ. Have a nice day to everyone. Thank you for watching.